പേരാമ്പ്രയിൽ വീണ്ടും സംഘർഷം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. UDFന്റെ പ്രതിഷേധ കൂട്ടായ്മയ്ക്കിടെ പ്രവർത്തകരും പോലീസും നേർക്കുനേർ എത്തുന്നു. പോലീസിനെതിരെ പ്രതിഷേധവുമായി പ്രവർത്തകർ രംഗത്ത് വന്നതോടെയാണ് വീണ്ടും സംഘർഷാവസ്ഥയുണ്ടായിരിക്കുന്നത്. ഇത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വീണ്ടും ഒരു സംഘർഷം ഉണ്ടായി പൊട്ടിപ്പുറപ്പെടുകയാണ് പേരാമ്പ്രയിൽ. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ഉണ്ട്. ഷഹീദ്, ഇപ്പോൾ ആ സംഘർഷാവസ്ഥ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണോ? പോലീസിന് ഈ പ്രവർത്തകരെ ശാന്തരാക്കാൻ സാധിക്കുന്നുണ്ടോ? വലിയൊരു സേനയെ തന്നെ അവിടെ വിന്യസിച്ചിരിക്കുന്നോ? പോലീസുമായി നേർക്കുനേർ നിന്ന് പോര് നടത്തുകയാണ് UDFന്റെ പ്രവർത്തകർ. സ്റ്റാൻഡിന്റെ തുടക്ക ഭാഗത്ത് നിന്ന് മധ്യഭാഗത്ത് നിന്ന് നേരത്തെ സമാനമായ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ പോലീസുമായുള്ള ഒന്നും തള്ളും നേർക്കുനേരിലുള്ള പോർവിളി ഉണ്ടായിരുന്നു. പക്ഷേ അവരെ പ്രവർത്തകരെ നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാരും PV അഭിജിത്ത് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഇടപെട്ട് അവരെ പിന്തിരിപ്പിച്ച് മാറ്റിയതായിരുന്നു. പക്ഷേ സ്റ്റാൻഡിന്റെ മുൻഭാഗത്തേക്ക് വീണ്ടും വന്ന ഈ പോലീസിനെതിരെ പോലീസ് വിളിയാണ് പ്രവർത്തകർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. അതായത് പോലീസിനെതിരെ കടുത്ത രോഷം അണപൊട്ടി ഒഴുകുന്ന ഒരു പ്രവർത്തകരെയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ ഉണ്ടായ സംഘർഷത്തിന്റെ ബാക്കിപത്രമായി പ്രവർത്തകർക്കിടയിൽ പോലീസിനെതിരെ വലിയ രോഷം നിലനിൽക്കുന്നുണ്ട്. ആ രോഷം അവർ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. സ്റ്റാൻഡിനകത്ത് വലിയ പോലീസ് സന്നാഹം, പോലീസ് ബന്ദോബസ്തുണ്ട്. നേരത്തെ തന്നെ പോലീസിന്റെ സാന്നിധ്യമുണ്ട്. പോലീസിന്റെ വാൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. ആ വാനൊക്കെ ഇവിടുന്ന് മാറ്റണം, പോലീസ് ഇവിടുന്ന് പിരിഞ്ഞു പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തകർ വലിയ രോഷപ്രകടനത്തിലേക്കും പോലീസുമായുള്ള ഈ വാഗ്വാദത്തിലേക്കും നീങ്ങിയത്. അത് ഉന്തും തള്ളും ആ തരത്തിൽ സംഘർഷത്തിന്റെ വക്കോളം എത്തിയിട്ടുണ്ട്. ആ അവസ്ഥയിൽ നിന്നിപ്പോൾ P അഭിജിത്ത് ഉൾപ്പെടെയുള്ള പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാരും വളരെ പണിപ്പെട്ട് പ്രവർത്തകരെ അവിടെ നിന്നും പിന്തിരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നു. പ്രവർത്തകർ ആ നേതാക്കന്മാർ ഇടപെട്ട് പിന്തിരിപ്പിക്കുമ്പോൾ, പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവർ ഒരുമിച്ചുകൂടി വീണ്ടും പോലീസിനെതിരെ രംഗത്ത് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതാണ് ഇപ്പോൾ ഇവിടെയുള്ള അന്തരീക്ഷം. ഏതെങ്കിലും തരത്തിൽ അത് നിയന്ത്രിക്കാൻ കഴിയാതെ പോവുകയാണ്, നേതാക്കന്മാർക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോവുകയാണെങ്കിൽ അത് കൈവിട്ട നിലയിലേക്ക് പോകും. അത് ഒഴിവാക്കാനുള്ള ശ്രമം നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ഇവിടുന്ന് അത് കാണുന്നുണ്ട്. നേതാക്കന്മാർ അവരെ ശാന്തരാക്കി മടക്കി അയക്കാനുള്ള ഒരു തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ്, വലിയ പോലീസ് സന്നാഹമാണ് ഇവിടെയുള്ളത്. ആ സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. അപ്പുറത്ത്, തൊട്ടപ്പുറത്ത് UDFന്റെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ യുവദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ, KC വേണുഗോപാൽ, MK രാഘവൻ ഉൾപ്പെടെയുള്ള നേതൃനിര അണിനിരന്നുകൊണ്ടുള്ള പ്രതിഷേധ സംഗമം നടക്കുന്നുണ്ട്. അവരുടെ മൂക്കിന് താഴെ അല്ലെങ്കിൽ അവർ കണ്ടുകൊണ്ടിരിക്കെ തന്നെയാണ് ഈ പ്രവർത്തകർ ഈ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതാണ്. അനൗൺസ്മെന്റ് ഉണ്ട്. അവരെ അവിടെ നിന്നും പിന്തിരിപ്പിക്കണം, പ്രവർത്തകർ പിന്തിരിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അനൗൺസ്മെന്റുകൾ, മൈക്ക് അനൗൺസ്മെന്റുകൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് ആ രീതിയിൽ പ്രവർത്തകർ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അല്ല, പോലീസ് ബോധപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതിനെതിരെയുള്ള ചെറുത്തിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. പിന്തിരിയുന്നില്ല, പലപ്പോഴും പിന്തിരിഞ്ഞല്ലോ. ഇനി അത് ഞങ്ങൾ പ്രതിഷേധിക്കും. എത്ര പേർ മനസ്സിലാകുന്നില്ല. ആവശ്യം ഇവിടെ ഇല്ല, തൽക്കാലത്തെ ആവശ്യമില്ല. പോലീസിന്റെ ആവശ്യമില്ല. എന്തിനാണ് ഇവിടെ പോലീസ് സംരക്ഷിക്കാത്ത പോലീസ് എന്തെങ്കിലൂടെ ഇന്ന് പോലീസിന്റെ ആവശ്യമില്ല. ഇന്നലെ നമ്മളെ ഇയാളെ MP സംരക്ഷിച്ചില്ല, പിന്നെ ഇന്ന് ഇയാളെ സംരക്ഷിക്കാൻ അവരുടെ ആവശ്യമില്ല. പോലീസ് സംരക്ഷിക്കേണ്ടി. അക്ഷയ, MP സംരക്ഷിക്കാൻ ഇന്നലെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു. ഏകപക്ഷീയമായി പോലീസിന്റെ ഭാഗത്തുനിന്നും ഇന്നലെ ഇടപെടലുണ്ടായി. അങ്ങനെയുള്ള പോലീസ് ഇന്ന് ഇവിടെ വേണ്ട, എന്തിനാണ് ഇന്ന് പോലീസ് എന്ന് ചോദിച്ചാണ് ഇപ്പോൾ പ്രവർത്തകർ പോലീസിനെതിരെ മുദ്രാവാക്യം വിളി മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ഇവിടുന്ന് പിരിഞ്ഞു പോകണം, ഗോ ബാക്ക് പോലീസ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പോലീസിനെതിരെ പ്രവർത്തകർ മുന്നോട്ട് വരുന്നത്. ഏതായാലും ഇപ്പോൾ തൽക്കാലം ഇതിന്റെ വീണ്ടും ഒരു സംഘർഷാന്തരീക്ഷം ഉരുണ്ടുകൂടിയിരുന്നു. തൽക്കാലം നേതാക്കന്മാർ ഇടപെട്ട് അവരെ ശാന്തരാക്കി മടക്കി അയച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിൽ MPക്ക് പോലീസിന് ലാത്തിചാർജിൽ മർദ്ദനമേറ്റ ഇടത്തു നിന്ന് തുടങ്ങിയിട്ട് പോലീസിനെതിരെ തീർത്തും പ്രകോപനപരമായി തന്നെയാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അവരുടെ രോഷമാണ്. സ്വാഭാവികമായിട്ടും അവരുടെ നേതാവിനെ തലയിൽ അവർക്ക് അതിന്റെ രോഷമുണ്ടാകും. ആ രോഷം അവരെ പ്രകടിപ്പിച്ച് തുടങ്ങുകയും ചെയ്തത്. ഇന്നിപ്പോൾ ഏത് ഘട്ടത്തിലാണ് ഈ പ്രതിഷേധ കൂട്ടായ്മ ഒരു സംഘർഷത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിയത്? പക്ഷേ ഇതൊരു സ്വാഭാവികമായുള്ള ഒരു സംഘർഷാന്തരീക്ഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അതായത് സ്വാഭാവികം ഞാൻ ഉദ്ദേശിച്ചത്, പ്രതിഷേധ സംഗമം ഇവിടെ വിളിച്ചു ചേർത്തുണ്ട്. സ്റ്റാൻഡിന് സമീപത്ത് തന്നെയാണ് പ്രതിഷേധ സംഗമം നടക്കുന്നത്. ആ പ്രതിഷേധ സംഗമത്തിൽ മുതിർന്ന നേതാക്കന്മാർ, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള, MK രാഘവൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരുണ്ട്. അവർ വന്നിരിക്കെ തന്നെ അവരോട് ചേർന്ന് തന്നെ സ്റ്റാൻഡാണ്. സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെ പോലീസുണ്ട്. ആ പോലീസുമായി മുഖാമുഖം നിന്ന പ്രവർത്തകരാണ് ഒരു ഘട്ടത്തിൽ നിയന്ത്രണം വിട്ട് പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന രീതിയിലേക്ക് പോലീസ് ഗോ ബാക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഷാഫിയെ, MP സംരക്ഷിക്കാൻ കഴിയാത്ത
പോലീസ് ഇവിടെ ഇന്ന് സ്റ്റാൻഡിൽ ഇവിടെ വേണ്ട, സംരക്ഷണം ഒരുക്കേണ്ട എന്ന മുദ്രാവാക്യം പിടിച്ചുകൊണ്ട് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. അങ്ങനെയാണ് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളും ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്നുള്ളത് തന്നെയാണ്. അതിനിടെയാണ് നേതാക്കന്മാർ സ്ഥലത്തെത്തി അവരെ ശാന്തരാക്കി. ആദ്യം തിരിച്ചയച്ചു, 2 തവണ പ്രവർത്തകരെ പിന്തിരിപ്പിച്ച് തിരിച്ചയച്ചു. പക്ഷേ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോയില്ല. സ്റ്റാൻഡിന്റെ മുൻവശത്തേക്ക് വന്ന് വീണ്ടും പോലീസുമായി കൊമ്പ് കോർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഏറെ പണിപ്പെട്ടാണ് പ്രവർത്തകർ ഇപ്പോൾ ശാന്തരാക്കി പിന്തിരിപ്പിച്ചിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഇന്നലെ ഈ UDF പ്രവർത്തകർക്ക് വടകര MP ഷാഫി പറമ്പിലിന് അക്രമം നേരിട്ടപ്പോൾ, അവർക്ക് മർദ്ദനം ഏറ്റപ്പോൾ അത് തടയാൻ കഴിയാത്ത പോലീസ് ഇന്നെന്തിന് ഇവിടെ വന്നു നിൽക്കുന്നു എന്ന ഒരു ചോദ്യമാണ് പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. അത് ചോദിച്ചാണ് പോലീസിനെതിരെ അവർ കയർക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏകദേശം ശാന്തമാകുന്നുണ്ട് അന്തരീക്ഷം. നേതാക്കന്മാർ തന്നെ ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരെ ശാന്തരാക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. പക്ഷേ വലിയ ഒരു കൂട്ടം പ്രവർത്തകർ തന്നെയുണ്ട്. അവരും പോലീസിന് എതിരെയാണ് പ്രതിഷേധം ഉയരുന്നത്. പോലീസിനെതിരെയാണ് ഈ പ്രതിഷേധ കൂട്ടായ്മ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട അതിന്റെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള പേരാമ്പ്രയിലെ പ്രതിഷേധ കൂട്ടായ്മയ്ക്കിടെയാണ് ഇന്ന് വീണ്ടും സംഘർഷം ഉണ്ടായിരിക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്നലെ ഇല്ലാത്ത പോലീസ് ഇന്ന് എന്തിനാണ് സംരക്ഷണം ഒരുക്കുന്നത്? ഇന്നലെ ഞങ്ങളുടെ MP-ക്ക് സംരക്ഷണം ഒരുക്കിയില്ലല്ലോ എന്നുള്ള ചോദ്യമൊക്കെയാണ് അവിടെ പ്രവർത്തകർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ സ്ഥിതി ശാന്തമാകുന്നു എന്ന് തന്നെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കണം. ഷഹീദ് തുടരുന്നുണ്ട്. ഷഹീദ്, ഇപ്പോൾ ഈ സമാധാനപരമായി പ്രതിഷേധ കൂട്ടായ്മ അതിന്റെ അജണ്ട എങ്ങനെയാണ്? പരിപാടി അത് സമാധാനപരമായി നടക്കുന്നുണ്ടോ? തുടങ്ങിയോ? അക്ഷയ, പ്രതിഷേധ സംഗമം തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെ തന്നെ നേതാക്കന്മാർ പ്രസംഗിച്ചു തുടങ്ങി. ഇപ്പോൾ KC വേണുഗോപാൽ ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീപദാസ് മുൻഷി അല്പസമയം മുമ്പ് പ്രസംഗിച്ചു. MK രാഘവൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. മുതിർന്ന നേതാക്കന്മാരിൽ എല്ലാവരുമുണ്ട്. പ്രതിഷേധ സംഗമം ഇപ്പോൾ സമാധാനപരമായി, ചുറ്റും പ്രവർത്തകരുണ്ട്, നേതാക്കന്മാർ സ്റ്റേജിലുണ്ട്, സമാധാനപരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ആ സംഗമത്തിനെത്തിയ പ്രവർത്തകർ തന്നെയാണ് തൊട്ടിപ്പുറത്ത് അല്പസമയം മുമ്പ് ഇപ്പോൾ സംഘർഷം അന്തരീക്ഷം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോലീസുമായി കയ്യാങ്കളിയും വാക്കേറ്റത്തിലേക്കും പോയത്. പക്ഷേ അപ്പോഴും സമാധാനപരമായി തന്നെ പ്രതിഷേധ സംഗമം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ KC വേണുഗോപാൽ പ്രതിഷേധ സംഗമത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദിവിഷ്, വലിയൊരു ആൾക്കൂട്ടം തന്നെയുണ്ട്. ഈ സംഭവം ഒക്കെ ഉണ്ടാകുന്നത് ബസ് സ്റ്റാൻഡിലാണ്. അവിടെ ഗതാഗത തടസ്സമൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ മറ്റ് അന്തരീക്ഷം എങ്ങനെയാണ്? കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിന്റെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാനായിരുന്നു. പക്ഷേ ആ പേരാമ്പ്ര ബസ് സ്റ്റാൻഡിനകത്ത് വെച്ചാണ് ഈ പ്രതിഷേധ സംഗമം നടക്കുന്നത്. ബസ് സ്റ്റാൻഡിനകത്തുള്ള ഒരു വശത്താണുള്ളത്. പക്ഷേ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് നിന്ന് ഇപ്പോൾ സ്റ്റാൻഡിലുണ്ടായിരുന്ന സ്വകാര്യ ബസ്സുകളെല്ലാം ഇപ്പോൾ നേരത്തെ ഈ പോലീസുമായി സംഘർഷ അന്തരീക്ഷം അയ്യാങ്കളി തുടർന്നപ്പോൾ തന്നെ ബസ്സുകളൊക്കെ ഏറെക്കുറെ ബസ്സുകൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ യാത്രക്കാരെ സ്വാഭാവികമായും ഇങ്ങനൊരു സംഘർഷാന്തരീക്ഷം ഉണ്ടാകുന്ന ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർ അധികം ഉണ്ടാവില്ല. യാത്രക്കാരും ഏറെക്കുറെ ഇവിടെ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. ഇന്നലെ 2 ദിവസങ്ങളിൽ വലിയ സംഘർഷത്തിന് വേദിയായ സ്ഥലമാണ് പേരാമ്പ്ര ബസ് സ്റ്റാൻഡും പരിസരവും. അത് അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ നാട്ടുകാർ അത് മുൻകൂട്ടി കണ്ടവർ മാറിയിട്ടുണ്ട്. ബസ്സുകൾ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഗതാഗതത്തിന് സ്വാഭാവികമായും മുൻഭാഗത്തുള്ള മുഹമ്മദ് ഷഹീദാണ് ഇപ്പോൾ പേരാമ്പ്രയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പേരാമ്പ്രയിൽ CKG കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDSF-ഉം SFI-യും തമ്മിൽ തുടങ്ങി വെച്ചിട്ടുള്ള അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള സംഘർഷമാണ്. ആ സംഘർഷമാണ് കഴിഞ്ഞ ദിവസം UDF സ്ഥലത്ത് ഹർത്താൽ നടത്തുന്ന അവസ്ഥയിലേക്ക് വരെ കൊണ്ടെത്തിച്ചത്. അതിനുശേഷം വൈകുന്നേരത്തോടെ ഉണ്ടായിട്ടുള്ള CPM-ന്റെയും UDF-ന്റെയും പ്രകടനം ഉണ്ടായിരുന്നു. ആ പ്രകടനം നേർക്കുനേർ വരുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. മുഖാമുഖം മുദ്രാവാക്യം വിളിക്കുന്ന പ്രവർത്തകർ വന്നു. പിന്നീടാണ് ആ പോലീസുമായിട്ട് UDF പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഷാഫി പറമ്പിൽ MP-ക്കും ആ മർദ്ദനത്തിനിടെ, ആ സംഘർഷത്തിനിടെ മർദ്ദനമേറ്റു. ഷാഫി പറമ്പിലിന്റെ മൂക്കിനാണ് മർദ്ദനമേറ്റത്. അദ്ദേഹത്തിന്റെ മൂക്കിന് പൊട്ടലുണ്ട് എന്നുള്ളതാണ് അറിയുന്ന വിവരം. അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെയാണ് വ്യാപകമായിട്ട്, സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ UDF-ന്റെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം നടക്കുന്നത്.